പ്രിയരെ, അഭിഷേകാഗ്നിയുടെ 1000 പൊന്നാളങ്ങൾ എന്ന ഈ മനോഹരമായ പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ വിശിഷ്ടാതിഥികളെല്ലാം നമ്മോടൊപ്പം ഉണ്ട്. ഇനി ഈ അഭിഷേകാഗ്നി എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ സംഭവിച്ച അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകൾ, പരിശുദ്ധാത്മാവ് നടത്തിയ വഴികൾ, ഈ ഒരു ശുശ്രൂഷയിലൂടെ ലോകം മുഴുവനും സ്വീകരിച്ചിട്ടുള്ള അഭിഷേകങ്ങളുടെ നിറവുകളുടെ രഹസ്യത്തിലേക്ക് വീണ്ടും ഇവരിലൂടെ നമുക്ക് യാത്രയാകാം. സിഹിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ തുടക്കത്തിലേക്കും കൂടെ തീർച്ചയായിട്ടും നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് അച്ഛൻ്റെ ഒരു കുടുംബം, കുട്ടിക്കാലം സ്വാധീനിച്ച വ്യക്തികൾ ഒക്കെ ഒന്ന് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പയ്യെ നമുക്കിതിലേക്ക് എത്താമെന്ന് തോന്നുന്നു. എൻ്റെ വീട് പാലക്കാട് ജില്ലയിൽ തന്നെ മണ്ണാർക്കാട് എന്ന് പറഞ്ഞ ഇടവകയിലാണ്. മണ്ണാർക്കാട് എൻ്റെ ഇടവകയുടെ പേര് തന്നെ ഹോളി സ്പിരിറ്റ് ചർച്ച് എന്നാണ്, പരിശുദ്ധാത്മാവിൻ്റെ പള്ളി. അവിടെയാണ് ഞാൻ വൈദികനാകുന്ന ആ ഒരു വർഷം വരെ. എൻ്റെ സ്കൂൾ പഠനകാലവും അതുപോലെ എൻ്റെ സെമിനാരി പഠനകാലവും എല്ലാം ഞാൻ ആ ഹോളി സ്പിരിറ്റ് ഇടവക അംഗമായിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ വൈദികനാകുന്ന വർഷത്തിൽ ഞാൻ പുലാപ്പറ്റ ഹോളി ക്രോസ് പള്ളി, വിശുദ്ധ കുരിശിൻ്റെ പള്ളിയുടെ ഇടവക അംഗമായി മാറി. അങ്ങനെ അവിടെ വെച്ച് തിരുപ്പട്ടം സ്വീകരിച്ച് 1994 ഇടവക കാററ ഇടവക, അട്ടപ്പാടിയിലുള്ള കാററ ഇടവകയിൽ വികാരിയായി പിതാവ് നിയമിച്ചു. പട്ടം കിട്ടിയ ഉടനെ തന്നെ അട്ടപ്പാടിയിലേക്കാണ് വിട്ടത്. അട്ടപ്പാടിയിൽ ഒറ്റ ഇടവകയിൽ ഞാൻ ജീവിതത്തിൽ വികാരിയായിട്ട് അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ളൂ. അത് അട്ടപ്പാടിയിലുള്ള കാററ എന്ന ഇടവകയിലാണ്. ആ ഇടവകയിലെ ജനങ്ങൾ എന്നെ വളരെ സ്നേഹിച്ചു. അവരുടെ സ്നേഹം കൂടുതൽ പ്രാർത്ഥനയായിട്ടാണ്. ഒരുപാട് അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ ഇടവക്കാർ. പ്രത്യേകിച്ച് അവിടുത്തെ കുട്ടികൾ, അവിടുത്തെ യുവജനങ്ങൾ, അവിടുത്തെ അമ്മമാർ, പിന്നെ കുറേ ചേട്ടന്മാരും. എല്ലാ ചേട്ടന്മാരും ഞാൻ പറയുന്നില്ല, കുറേ ചേട്ടന്മാരും. അപ്പോൾ അവരുടെ ഞാൻ അങ്ങോട്ട് ഒരു സാമൂഹ്യ വിപ്ലവകാരി, ഒരു സോഷ്യൽ റവല്യൂഷൻ, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ യൗവനത്തിൽ ഞാൻ വളരെയധികം ആകൃഷ്ടമായൊരു മേഖലയാണ് വിപ്ലവം, സോഷ്യൽ റവല്യൂഷൻ. സമൂഹത്തിൽ ഇൻജസ്റ്റിസൊക്കെ അവസാനിപ്പിക്കണം, നീതി നടപ്പാക്കണം, പാവങ്ങളെ ഉദ്ധരിക്കണം, സോഷ്യലിസം, അത് എനിക്ക് വളരെ പ്രധാനപ്പെട്ട. അങ്ങനെ എൻ്റെ ഇടവകയിൽ ഞാൻ അങ്ങനെ ഒരു മദ്യപാനമൊക്കെ നിർത്തണം, ജനങ്ങൾക്ക് ഹാനികരമായതെല്ലാം നമ്മൾ നിർത്തണം, അങ്ങനെയൊക്കെ വിചാരിച്ച് ഒരുപാട് കാലം അതിനുവേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഇടവക ജനം എന്നെ സ്നേഹിക്കുക മാത്രമല്ല, പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടി ഉപവാസം എടുത്തു. അവർ എന്നെ ഓരോ കാര്യങ്ങളിലും അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടാൽ എന്നെ അധികം ശാസിക്കാനൊന്നും വന്നിട്ടില്ല. അവർ പ്രാർത്ഥിച്ചു, ഉപവാസം എടുത്തു, ത്യാഗം എടുത്തു. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഞാൻ 3 വർഷം കഴിഞ്ഞ് ഇടവകയിൽ നിന്ന് പോരുമ്പോൾ ഞാനൊരു ആത്മീയ മനുഷ്യനായിട്ടാണ് ആ ഇടവകയിൽ നിന്ന് അങ്ങോട്ടൊരു സാഹിത്യകാരനെ പോലെയോ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റിനെ പോലെയൊക്കെയാണ് പോയതെങ്കിലും ഞാൻ അവിടെ നിന്ന് 3 വർഷം കഴിഞ്ഞ് ഇടവകയിൽ നിന്ന് പോരുമ്പം ഒരു ആത്മീയ മനുഷ്യനായിട്ടാണ്. അതായത് എനിക്ക് വചനം തോന്നുക, എല്ലാവരോടും വചനം പറയണം തോന്നുക. അപ്പോൾ ഞാൻ പിതാവിനോട് പോയി പറഞ്ഞു, അന്നത്തെ പിതാവിന് പറഞ്ഞു, പിതാവേ എനിക്ക് വചനം എന്നാണ് പറയണത്. അതുകൊണ്ട് ഇടവകയിലെ കാര്യങ്ങളിൽ എനിക്ക് സന്തോഷം തോന്നാതെ ആയിട്ടുണ്ട്, എന്നെ വചനപ്രഘോഷണത്തിനായി ഫുൾ ടൈം നിയമിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പിതാവിന് മനസ്സിലായില്ല, എന്തായാലും ദൈവത്തിൻ്റെ കൃപ പിതാവിലൂടെ പ്രവർത്തിച്ചു. പിതാവ് ഒരു മുഴുവൻ സമയ വചനപ്രഘോഷകനായി എന്നെ അപ്പോയിൻ്റ് ചെയ്തു. 24 hours എവിടെ വേണമെങ്കിലും അച്ഛന് പോയി ഇടവകയുടെ ഉത്തരവാദിത്തത്തിനെ റിലീവ് ചെയ്തു. എന്നിട്ട് അട്ടപ്പാടിയിൽ താമസിക്കാൻ വേണ്ടി അട്ടപ്പാടിയിൽ താവളത്തുള്ള ഒരു അടഞ്ഞു കിടന്ന ബോയ്സ് ഹോമുണ്ട്. ഒരു 10-25 കുട്ടികൾക്ക് താമസിക്കാൻ ചെറിയൊരു ബോയ്സ് ഹോം. ആ ബോയ്സ് ഹോമിൽ താമസിച്ച് അച്ഛൻ എവിടെ വേണമെങ്കിലും പോയി ശുശ്രൂഷ ചെയ്തോളാൻ പിതാവ് ഒരു കൽപ്പന വഴി എനിക്ക് അപ്പോയിൻമെൻറ്റ് തന്നു. ഞാൻ അവിടെ വന്ന് താമസിച്ചു. അവിടെ വന്ന് താമസമാണ് ഇപ്പോഴത്തെ സിഹിയോൻ ധ്യാന കേന്ദ്രം. ആ ബോയ്സ് ഹോമിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. അതിൻ്റെ നടുവിലാണ് സിഹിയോൻ ബോയ്സ് ഹോം. അപ്പം ധ്യാനകേന്ദ്രം അതിനെ ചുറ്റിപ്പറ്റിയാണ് വളർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കുറച്ച് ചെറുപ്പക്കാരെല്ലാം കർത്താവ് കൂട്ടി യോജിപ്പിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് ബെനിറ്റാമ്മ അതിനകത്ത് ഞാൻ നടത്തിയ ആദ്യത്തെ ധ്യാനത്തിൽ പങ്കെടുത്ത ആളാണ് ബെനിറ്റാമ്മ. അന്ന് തൊട്ട് ബെനിറ്റാമ്മ പിന്നെ വിട്ടുപോയിട്ടില്ല. പിന്നെ മുഴുവൻ സമയം പ്രാർത്ഥന, ശുശ്രൂഷ. അതുപോലെ തന്നെ ആദ്യത്തെ ധ്യാനത്തിൽ പങ്കെടുത്ത മിക്കവരും ശുശ്രൂഷകരായി മാറി. അന്ന് 24 പേരോ കുറച്ച് പേരാണ് അന്നത്തെ ധ്യാനത്തിൽ പങ്കെടുത്തത്. അവർ മിക്കവരും ശുശ്രൂഷകരായി മാറി. അവരൊക്കെ ഉപവാസം എടുക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. അട്ടപ്പാടിയിലെ ശുശ്രൂഷകളിൽ കർത്താവ് ഹൈലൈറ്റ് ചെയ്തൊരു പ്രധാന മേഖല പ്രാർത്ഥനയും പ്രാശ്ചിത്വവും ഉപവാസവും. ഇത് രണ്ടും ചെയ്ത് കയറി മധ്യസ്ഥ പ്രാർത്ഥനയും ഉപവാസവും. അത് വഴി ശക്തി കൂടുതൽ അഭിഷേകങ്ങൾ കർത്താവ് നൽകിക്കൊണ്ടിരുന്നു.
അത് ആ ബോയ്സ് ഹോം പിന്നെ പതുക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ താമസിച്ചുള്ള ചെറിയ ചെറിയ ധ്യാനങ്ങൾ നടത്താൻ തുടങ്ങി. അങ്ങനെയാണ് അത് പിന്നീട്. അപ്പം തുടക്കത്തിലൊക്കെ വളരെ ചെറിയ ഓരോ താമസിച്ചുള്ള ധ്യാനത്തിന് 5 പേര്, 7 പേര്, 12 പേരൊക്കെ ആയിരുന്നു ഏറ്റവും ആദ്യകാലത്ത്. അത് പിന്നെ 20, 19 അപ്പം എൻ്റെ അമ്മയ്ക്ക് അറിയാം ആ തുടക്കത്തിൽ എങ്ങനെ ഓരോ ബസ് വരുമ്പോഴും. എൻ്റെ ഓർക്കുന്നുണ്ടോ? ഓരോ ബസ് വരുമ്പോഴും നോക്കിയിരിക്കുക. പിന്നെ സിസ്റ്റേഴ്സ് പറയും ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ, ആളുകൾ വരാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറയും. അങ്ങനെ ഒരു ബസ് വന്ന് നിർത്തണ നേരത്ത് നോക്കും ആളുണ്ടോയെന്ന്. എവിടെ ആരുമില്ല. അങ്ങനെ ഓരോ ബസ് വരുമ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. ആദ്യം 5 ആൾ, പിന്നെ 7 ആൾ, പിന്നെ 14 ആൾ, പിന്നെ 21 ആൾ, പിന്നെ 24, പിന്നെ 44. അങ്ങനെയാണ് ആ നമ്പർ കൂടി വന്നത്. പിന്നെ അച്ഛൻ പറഞ്ഞില്ലേ ഞാൻ അവിടുന്ന് ഒരു ആത്മീയ മനുഷ്യനായിട്ടാണ് വന്നതെന്ന് കാറിൽ. അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അച്ഛനെ കൊണ്ടുവന്നാക്കാനായിട്ട് ഇവിടെ കുറേ മക്കൾ അവിടെ നിന്ന് വന്നു. കുറേ മക്കളും വണ്ടിയൊക്കെ ആയിട്ട് വന്നേ. അവർ വന്നിട്ട് ഇവിടുന്ന് പോകുന്ന സമയത്ത് കരയണ കണ്ടാൽ മനസ്സിലാവും ആത്മീയ പിതാവ് തന്നെ ഇവിടെ വന്ന് ഇറങ്ങി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതുപോലെയായിരുന്നു അവരെല്ലാവരും വാവിട്ട് കരയായിരുന്നു പോണ സമയത്ത്. വാവിട്ട് കരഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഈ ജ്ഞാനകേന്ദ്രത്തിൻ്റെ കൂരകൾ പണിയുമ്പോൾ ഓലയായിട്ട് കൊണ്ടുവരും, മുളയായിട്ട് കൊണ്ടുവരും. അതൊക്കെ കാരേന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് പല പ്രാവശ്യം. അപ്പോൾ ആളുകൾ അത്രമാത്രം അച്ഛനെ ആ 3 കൊല്ലം കൊണ്ട് അച്ഛനൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അച്ഛൻ്റെ പ്രാർത്ഥന വഴിയും പ്രവൃത്തി വഴിയും ജനത്തിന് മനസ്സിലായിട്ടുണ്ട് ആ കാര്യം. ഇത് നമുക്കൊരു പുതിയ അനുഭവമാണ്. കാരണം നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഇടവകയിൽ ഒരു അച്ഛൻ, ഒരു വികാരി അച്ഛൻ്റെ പ്രാർത്ഥന വഴി ദേശം സമ്പന്നമാകും എന്നാണ്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ വട്ടായിലച്ഛൻ നമ്മളോട് പറഞ്ഞൊരു കാര്യം, അച്ഛനെ യഥാർത്ഥത്തിലുള്ളൊരു വൈദികനാക്കി പുരോഹിതനാക്കി മാറ്റിയത് അവിടുത്തെ ജനങ്ങളാണ്. എനിക്ക് തോന്നുന്നത് കുടുംബങ്ങൾക്കും അൽമായർക്കും ഒക്കെയുള്ള ഒരു മെസ്സേജും കൂടിയാണ് അത്. ഒരു ഇടവകയിൽ അവിടുത്തെ പുരോഹിതന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന. അതിന് കാരണമുണ്ട്. അച്ഛനോട് പറഞ്ഞു ഒരു കാര്യം, അതായത് അച്ഛൻ എന്തോ ചെയ്തപ്പോൾ ആളുകൾ പറഞ്ഞു അച്ഛൻ എവിടെയെങ്കിലുമൊക്കെ പോയി വചനം പ്രഘോഷിക്കും, ഞങ്ങൾ കാശൊക്കെ പിരിച്ചു തരാമെന്ന്. അങ്ങനെ കാശ് പിരിച്ച് ജനം തന്നെ കൊടുക്കാൻ അവിടെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെ തുടർന്ന്. അപ്പം തീഷ്ണമതിയായിട്ടുള്ള ഒരു വൈദിക വിദ്യാർത്ഥിയിൽ നിന്ന് പിന്നീട് വൈദികനായി കഴിഞ്ഞപ്പോൾ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ വലിയ വലിയ സമരങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ്, ഇപ്പോഴൊരു ആത്മീയ ആചാര്യൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രവാചകനായി തന്നെ ലോകം കാണുന്ന ഒരു ആത്മീയ മനുഷ്യൻ. സോജിയച്ച അച്ഛൻ്റെ കൂടെ കൊച്ചച്ഛനായിട്ട് ഇരിക്കാനുള്ള വലിയൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം 2001 തിരുപ്പട്ടം സ്വീകരിച്ച് 2002 എൻ്റെ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് സഹ്യോൻ ധ്യാനകേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട വട്ടാലച്ചൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ്. വലിയൊരു അനുഗ്രഹമായിട്ട് ഞാനത് കാണുകയാണ്. കാരണം ഞാൻ ഒരുപാട് ആത്മീയ കാര്യങ്ങൾ അച്ഛനിൽ നിന്ന് പഠിച്ചു. പ്രത്യേകിച്ച് അച്ഛൻ ആദ്യമേ എന്നോട് പറഞ്ഞൊരു വചനം ഇതായിരുന്നു, അപ്പോസ്തല പ്രവർത്തനം 6-ാമത്തെ അധ്യായം. അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ 7 ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന സംഭവത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞിട്ട് പറയുകയാണ്, നമ്മളെപ്പോഴും പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും വ്യാപരിക്കണം. ബാക്കി എല്ലാ കാര്യങ്ങളും അൽമാരെ കേൾപ്പിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതെൻ്റെ മനസ്സിൽ അഗാധമായിട്ട് പതിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കും, വചന ശുശ്രൂഷയിൽ വ്യാപരിക്കാൻ തക്കതരത്തിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കണം. ബാക്കി അൽമാരെ ഏൽപ്പിച്ച് അവർക്ക് റോളുണ്ട് എന്ന് പറഞ്ഞ് അൽമാർക്കുള്ള റോള് മാക്സിമം ചെയ്തു കൊടുക്കണം എന്ന് അച്ഛനാണ് എന്നെ പഠിപ്പിച്ചത്. തുടർന്ന് ഞാൻ വികാരിയായിട്ട് ഞാൻ പോയ സമയത്ത് ഞാനത് പ്രാക്ടിക്കലായിട്ട് നോക്കി, അതെല്ലാം പോസിബിളാണ്. പിന്നെ UK ചെന്നപ്പോഴും അതേപോലെ തന്നെ അതെല്ലാം പോസിബിളാണെന്ന് എനിക്ക് മനസ്സിലായ. കാരണം സഭയുടെ സ്ട്രക്ചർ അങ്ങനെയാണ് വേണ്ടത്. പറയുമ്പോൾ ഞാൻ ആ ഒരു കാര്യം വലിയൊരു ലെസൺ അച്ഛനിൽ നിന്നാണ് പഠിച്ചത്. അതോടൊപ്പം തന്നെ ഒരുപാട് ആത്മീയ കാര്യങ്ങൾ അച്ഛന് ഇത് പറഞ്ഞു തരികയും, പ്രത്യേകിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അച്ഛൻ ഒരാഴ്ച ഇറച്ചി ഉപേക്ഷിക്കുന്നു, പിന്നെ വേറെ ആഴ്ച ചായ ഉപേക്ഷിക്കുന്നു, പിന്നെ ആദ്യകാലങ്ങളിൽ അങ്ങനെ ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല. അങ്ങനെ പല രീതികളിലുള്ള പരിത്യാഗ പ്രവൃത്തികൾ ഞാൻ എനിക്ക് ഏറ്റവും മനസ്സിലിങ്ങനെ തിളങ്ങി നിൽക്കുന്നത്, ഞങ്ങൾ വസായിൽ ബോംബെയിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോണ സമയത്ത് പിന്നെ ട്രെയിനിലാണ് പോണത്. അപ്പോൾ ആ ട്രാക്കിലൂടെയൊക്കെ അച്ഛൻ ചെരുപ്പിടാണ്ട് നടന്ന് പിന്നെ ടോയ്ലറ്റൊക്കെ പോകുമ്പോൾ ചെരുപ്പിടാണ്ട് പോകും. അത് തന്നെ ഇപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. ട്രെയിനിൽ കയറുമ്പോൾ കാര്യങ്ങളൊക്കെ ഓർക്കും. അപ്പം അച്ഛനെ പരിശുദ്ധാത്മാവ് അങ്ങനത്തെ ഒരു പ്രത്യേക കൃപ, ഒരു പരിത്യാഗത്തിൻ്റെ കൃപ അന്നുപോലെ കൊടുക്കുമായിരുന്നു. അതിലെപ്പോഴും ഉടുപ്പിട്ട് പോവുക, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു വലിയൊരു സ്ട്രിക്ട്നെസ് കർത്താവ് അച്ഛന് കൊടുത്താൽ ഒരുപാട് കാര്യങ്ങൾ അച്ഛനിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. സാംസണച്ചൻ 2009 വൈദിക വട്ടം സ്വീകരിക്കുന്നത് അല്ലേ? 2008. അപ്പോൾ അതിന് മുമ്പ് ഒരു 10 വർഷം വട്ടായിലച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വൈദിക വട്ടം സ്വീകരിച്ചതിന് ശേഷമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വട്ടായിലച്ഛൻ്റെ കൂടെ ഉള്ള ഒരു അനുഭവം ഇതേപോലെ പങ്കുവയ്ക്കാം. അച്ഛൻ ഈ പെച്ചിടുമ്പോൾ സൂചിപ്പിച്ചു. ഞാൻ ഓർക്കാം, അച്ഛൻ പറഞ്ഞില്ല, അച്ഛൻ കാർല പള്ളിയിൽ പോയപ്പോൾ അവിടുന്ന് ആത്മീയ മനുഷ്യനായിട്ട് തിരിച്ചു വന്നു.
എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഇവിടെ വൈദികരി ധ്യാനം അച്ഛൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ധ്യാനം കൂടാൻ വേണ്ടി വന്നതാണ്. ആ ധ്യാനം കൂടാൻ വേണ്ടി വന്ന് ധ്യാനം കൂടി തിരിച്ചു പോകണം. അപ്പോൾ എന്താ പറയുക, ഞാൻ വരുന്നതൊരു എന്ന് പറഞ്ഞാൽ ഒരു ലോകത്തിൻ്റെ മനുഷ്യനായിട്ട്, ഒരു അച്ഛനാണെങ്കിലും ലോകത്തിൻ്റെ ഒരു ഇങ്ങനെ അടിച്ചു പൊളിച്ച് ആ ഒരു നമ്മളൊരു ചെറുപ്പമാരല്ലോ അന്ന സമയത്തൊക്കെ. ആ സമയത്ത് അങ്ങനെയൊക്കെ നടക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വരുന്നത്. അച്ഛൻ്റെ ഒരു വചനം എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. അതിപ്പോഴും ഞാൻ ജീവിതത്തിൽ മറക്കാത്തൊരു വചനം. പ്രഭാഷകൻ 6:2 വചനമാണത്. നീ അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത്, നിന്നെ അതൊരു കാളക്കൂറ്റിനെ പോലെ കുത്തി കീറും, നിൻ്റെ ഫലങ്ങൾ പക്ഷേ നീ ഇലയില്ലാത്ത ഒരു ഉണക്കമരമായി തീരുന്നത്. അപ്പോൾ അതെനിക്കൊരു വലിയൊരു ആ ഒരു വചനം എൻ്റെ ഹൃദയത്തെ കീറി മുറിച്ചു. പിന്നെ ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതൊരു എന്താ പറയുക, തിരിച്ച് ധ്യാനങ്ങൾ തിരിച്ചു പോകുന്നൊരു മറ്റൊരു മനുഷ്യനായിട്ടാണ്. പിന്നെ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് തോന്നുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് അച്ഛൻ്റെ അടുത്ത് വന്ന് എനിക്ക് കുറച്ച് ആളച്ചാൽ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഒരു വർഷം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്ന് അങ്ങനെ പിന്നെ അച്ഛനെ വിട്ടു പോയിട്ടില്ല. പിന്നെ പൊക്കോളാൻ പറഞ്ഞാലും പോകുന്നില്ല. സംസർജൻ വന്നതിന് ശേഷം പിന്നെ ഒരുപാട് മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് സംസർജൻ വരുത്തി. സംസർജൻ അത് സൂചിപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ ഒത്തിരി തരത്തിലുള്ള ഒരു സാധാരണ ഒരു ചെറുപ്പത്തിൻ്റെ താല്പര്യങ്ങളൊക്കെ ഉള്ള ഒരു ലോകത്തിൻ്റെ രീതിയിലൊക്കെ ചിന്തിക്കുന്നൊരു അവസ്ഥയായിരുന്നെങ്കിലും പിന്നീട് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഒരുപാട് അഗാധമായ വിധത്തിലുള്ള എളിമ, എന്ത് പറഞ്ഞാലും കണ്ണു അടച്ചത് അനുസരിക്കാനുള്ളൊരു കൃപ അങ്ങോട്ട് പരിശുദ്ധാത്മാവ് കൊടുത്തു. അതുപോലെ തന്നെ ഫാസ്റ്റിംഗ്, അതായത് അച്ഛനും ഫാസ്റ്റിംഗ് അത്ര എളുപ്പമല്ലായിരുന്നു. പക്ഷേ ഒരുപാട് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞാൽ പല ദിവസങ്ങളിലും ഭക്ഷണമില്ല, എന്തെങ്കിലും ഒരു കപ്പ കഷ്ണമോ അല്ലെങ്കിൽ ചക്കയുടെ എന്തെങ്കിലും കഷ്ണമോ കഴിച്ച് പിന്നെ അങ്ങനത്തെ ഒരു അവസ്ഥ. ത്യാഗം എന്ന് പറഞ്ഞാൽ രുചി, ഇന്ദ്രിയങ്ങളുടെ സുഖങ്ങളെല്ലാം കർത്താവ് എടുത്തു മാറ്റി ഒരു ത്യാഗത്തിൻ്റെ വഴി നടക്കാനൊരു അട്ടപ്പാടിയിൽ സഹീവനിൽ കർത്താവ് നൽകുന്ന കൃപകളിൽ വളരെ പ്രധാനപ്പെട്ടൊരു കൃപയാണ് പ്രാശ്ചിത്വവും പരിഹാരവും ത്യാഗമൊക്കെ എടുക്കാനുള്ളൊരു കൃപ. അത് സന്തോഷത്തോടെ എടുക്കാൻ, ആരും പറഞ്ഞിട്ടല്ല, ഉള്ളിൽ നിന്ന് ആത്മാവിൽ പ്രചോദിതമായ ആഹ്ലാദത്തോടെ അതിലെടുക്കാനൊരു കൃപ. ഒരുപാട് ശുശ്രൂഷകർ, ഈ അഭിഷേകാഗ്നിയുടെ ഒരുപാട് ശുശ്രൂഷകർ മാത്രമല്ല, എല്ലാ ശനിയാഴ്ചകളിലും ഈ അഭിഷേകാഗ്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇതുപോലെ ത്യാഗവും പ്രാശ്ചിത്വങ്ങളും ഉപവാസങ്ങളും അല്ലെങ്കിൽ പരിത്യാഗങ്ങളും എടുത്ത് പ്രാർത്ഥിക്കുന്ന പല ആളുകളെ എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കറിയാം. അപ്പോൾ ഇതെല്ലാം ഈ ശുശ്രൂഷ ദൈവാനുഭവം ആകാനായിട്ട് കർത്താവ് എടുത്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ഈ ദേശത്ത് നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോലും ഈ സോജിയച്ചൻ UK സഹ്യോൻ്റെ ഡയറക്ടറാകുന്നു. അവിടെയും ഫുൾ ടൈമേഴ്സ്, അതേപോലെ തന്നെ വിയാനി മിഷൻ, സ്കൂൾ ഓഫ് ഇവാഞ്ചലൈസേഷൻ, ഒരു പിടി അല്ലേ പരിശുദ്ധാത്മാവ് നയിക്കുന്ന മൂവ്മെൻറ്റുകൾ, അതിൻ്റെയൊക്കെ എന്താ പറയുന്ന ഒരു എനർജി, ഒരു സ്രോതസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ധ്യാന കേന്ദ്രത്തിൽ തീർച്ചയായിട്ടും മട്ടായിലച്ചനോടുള്ള ഒപ്പമുള്ള ഒരു യാത്രയും പ്രാർത്ഥനയും അതിനെക്കുറിച്ചും കൂടെ കാരണം ഇത് ഇവിടം കൊണ്ട് കേരളത്തിൽ മാത്രം നിൽക്കുന്നതല്ല, സഹ്യോൻ്റെ ഒരു ആത്മീയ ശുശ്രൂഷ എന്നതും കൂടെ തീർച്ചയായിട്ടും പ്രേക്ഷകർ അറിയേണ്ടതുണ്ട്. ഇവിടെയുള്ള ആദ്യകാലങ്ങളിൽ തന്നെ എപ്പോഴും ഷെയർ ചെയ്യുമ്പോൾ അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്ന ഗോ ആൻഡ് പ്രീച്ച്, നമ്മുടെ ഒരു മെയിൻ മിനിസ്ട്രി പോകുക, പ്രഘോഷിക്കുക. അപ്പം ധ്യാനകേന്ദ്രമുണ്ട്, അത് നമുക്കൊരു ബേസായിട്ട് നമ്മൾ നിൽക്കുന്നു, ശുശ്രൂഷ ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് പോയി പ്രഘോഷണം. അത് എല്ലാ രാജ്യങ്ങളിലും എല്ലാ ദേശങ്ങളിലും പോയി ശുശ്രൂഷ ചെയ്യണം. അപ്പോൾ അതൊരു ആത്മാവിലേക്ക് ദൈവം നൽകി വലിയൊരു കൃപയാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് ദേശത്ത് എന്നാലും സുവിശേഷം ചെയ്യാനും ശുശ്രൂഷകൾ ചെയ്യാനും പ്രത്യേകിച്ച് അൽമാരെ സംഘടിപ്പിക്കാനും അവർക്കുള്ള കാരിസംസ് അനുസരിച്ച് അവരെ ശുശ്രൂഷയ്ക്ക് മാറ്റാനൊക്കെ ആയിട്ട് കർത്താവ് ഒരുപാട് കൃപ നൽകി. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വേറൊരു പോയിന്റിലേക്ക് വരുന്നത്. ഇപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ശുശ്രൂഷ ഇങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു തലമുറകളെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ തലമുറയ്ക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം വട്ടായച്ചനിലൂടെ സംഭവിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, അത് വൈദികർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോൺഗ്രിഗേഷൻ അല്ലേ, PDM പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി. അതേപോലെ തന്നെ സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺഗ്രിഗേഷൻ, അഭിഷേകാഗ്നി എന്ന് കൂട്ടി തന്നെയാണത്, അഭിഷേകാഗ്നി സിസ്റ്റേഴ്സ് ഓഫ് ജീസസ് ആൻഡ് മേരി. ഇനി അതുമാത്രമല്ല, ഈ കുടുംബങ്ങൾക്കും അതേപോലെ തന്നെ അൽമായർക്കും ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അനോയിൻറ്റിങ് ഫയർ കാത്തലിക് മിനിസ്ട്രി. എനിക്ക് തോന്നുന്നു ഇതൊരു ഒരു പുതിയ ഒരു സംഭവമാണ് ശരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച്, എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില സംശയങ്ങൾ അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അച്ഛന് ഇതിൻ്റെ ഒരു തുടക്കത്തെക്കുറിച്ച് ഒന്ന് പറയാമോ ആദ്യം? തീർച്ചയായും എനിക്ക് വളരെ സന്തോഷമുണ്ട് അതിനെക്കുറിച്ച്. ദൈവത്തിൻ്റെ ആത്മാവാണ് തുടക്കം തൊട്ട് ഇങ്ങനെ ഒരു ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ടൊരു പ്രചോദനം തന്നാൽ പിന്നെ കണ്ണുടച്ചത് അനുസരിക്കും. അത് ഒരു വിളിയായിരുന്നു എനിക്ക്. ഇടവകയിൽ നിൽക്കുമ്പോൾ പറഞ്ഞു ഇടവക ഉപേക്ഷിക്കുക, വചനം പ്രസംഗിക്കുക. അപ്പോൾ ഞാൻ പിതാവിനോട് ചെന്ന്, എല്ലാ മേലധികാരികളോട് പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ ചെന്ന് പിതാവിനോട് പറഞ്ഞു, കണ്ണുടച്ച് ഒന്നുമില്ലാത്ത സമയത്ത് ഒന്നും അറിയില്ല, ധ്യാനിപ്പിക്കാൻ അറിയില്ല, വചനം പ്രഘോഷിക്കാൻ അറിയില്ല. അപ്പോൾ കണ്ണുടച്ചെടുത്ത് ചാടി വചന പ്രഘോഷണം.
ഒരു ഡൈസഷൻ പ്രീസ്റ്റായിട്ടാണ് പരിശീലനം കിട്ടിയത്. രാജപാലകനായിരിക്കാനുള്ള പരിശീലനമാണ് എനിക്കുള്ളത്. പക്ഷേ എൻ്റെ വിളി പരിശുദ്ധാത്മാവ് പറഞ്ഞു, അച്ഛൻ വചനം പ്രഘോഷിക്കണം, ആത്മാക്കളെ നേടണം. ഉടനെ കണ്ണുടച്ച് ഞാൻ പിതാവിനോട് എന്ന് പറഞ്ഞു, പിതാവ് ഇതാണ് എന്നെ ഇപ്പം നിർബന്ധിക്കുന്നത്, എന്നെ ഇതിനു വേണ്ടി അയക്കണം. പിതാവിനത് ബോധ്യമായി. പിതാവ് കണ്ണുടച്ച് പൂർണ്ണമായി ദൈവത്തെ വിശ്വസിച്ച് പിതാവ് എന്നെ അതിനുവേണ്ടി നിയോഗിച്ചു. അതുപോലെ ആ ധ്യാനകേന്ദ്രം നന്നായിട്ട് ഫ്ലറിഷ് ചെയ്ത് ഒരു വലിയ നല്ല ഒരു അവസ്ഥയിൽ എല്ലാ ധ്യാനങ്ങളും, എല്ലാ ആഴ്ചയിലും ധ്യാനങ്ങൾ, ശുശ്രൂഷകളൊക്കെ ശക്തി പ്രാപിച്ചപ്പോൾ ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് ഒരു പ്രചോദനം തന്നു. ഇനി ഇപ്പോഴത്തെ അവസ്ഥകൾ മാറും. അതുകൊണ്ട് ലോകത്തിൽ നല്ല അനുഭവത്തോടെ വചനം പ്രഘോഷിക്കാനും ഡെലിവറൻസ് ശുശ്രൂഷകൾ ചെയ്യാനും ആത്മാക്കളെ സാത്താൻ്റെ പിടിയിൽ നിന്ന്, അടുപ്പിൽ നിന്ന് തീക്കൊള്ളി ഇങ്ങനെ വലിച്ചെടുക്കുന്നത് പോലെ ആത്മാക്കളെ സാത്താൻ്റെ പിടിയിൽ നിന്ന് നേരിട്ട് ഇങ്ങനെ എടുക്കുന്ന പോലെയുള്ള ശുശ്രൂഷ ചെയ്യുന്ന വൈദികർക്കും സിസ്റ്റേഴ്സിനും അൽമായർക്കും പരിശീലനം കൊടുക്കുക, അവരെ രൂപീകരിക്കുക, അവർക്ക് ഫോർമേഷൻ കൊടുക്കുക, അവരെ വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുക എന്ന് ശക്തമായ പ്രചോദനം. അത് ശരിക്കും ഇതിന് ഒരു 2000 ആണ്ട് തൊട്ട് തന്നെ ശക്തമായിട്ട് ഇങ്ങനെ നൽകിക്കൊണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ അപ്പം ഞാൻ പിതാവിനെ അറിയിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മനത്തോടത്തെ പിതാവ്, പാലക്കാട് രൂപതയുടെ മെത്രാൻ മനത്തോടത്തെ പിതാവായിരുന്നു അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. മനത്തോടത്തെ പറഞ്ഞു, സമയമാകുന്നത് വരെ കാത്തിരിക്കുക, അച്ഛൻ പിതാവ് പ്രാർത്ഥിച്ച് സമയമാകുമ്പോൾ അറിയിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ അത് കാത്തിരുന്ന് പിതാവ് ഒരു നിശ്ചിത ഘട്ടം വന്ന പിതാവ് അനുവദിച്ചു. അങ്ങനെയാണ് ഈ അഭിഷേകാഗ്നി സിസ്റ്റേഴ്സ് ഓഫ് ജീസസ് ആൻഡ് മേരി, അതുപോലെ പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി PDM എന്ന മോണസ്ട്രി, വൈദികർക്കും സിസ്റ്റേഴ്സിന് വേണ്ടിയുള്ള 2 മോണസ്ട്രികൾ സ്ഥാപിതമായത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായ ഒരു കാര്യസം എന്ന് പറയുന്നത്, ഈ നഷ്ടപ്പെട്ടു പോയ ആത്മാക്കൾക്ക് വേണ്ടി നല്ല അനുഭവത്തോടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അനോയിൻറ്റിംഗ് ഉള്ള വചനപ്രഘോഷണ ശുശ്രൂഷകൾ ലോകത്തിൽ ലഭിക്കണം. രണ്ടാമത്തത്, ഇതുപോലെ സാത്താൻ തൻ്റെ ഇഷ്ടനിർവഹണത്തിന് അടിമകളായിരിക്കുന്ന ചെറുപ്പക്കാരെ, ആളുകളെ, കുടുംബങ്ങളെ, കുടുംബനാഥന്മാരെയും ആത്മാക്കളെ, അവരുടെ ആ ഒരു അന്ധകാര ബന്ധനത്തിൽ നിന്ന് പ്രകടമായ ദൈവശക്തിയോടെ മോചിപ്പിച്ച് തിരിച്ച് സഭയിലേക്ക്, ഇടവകയിലേക്ക് കൊണ്ടുവരണം. ഈ ഒരു നിയോഗത്തോടെ സുവിശേഷം പ്രസംഗിക്കുക, വേൾഡ് ഇവാഞ്ചലൈസേഷൻ്റെ ഡ്യൂട്ടി നിർവഹിക്കുക എന്ന ആ ഒരു നിയോഗത്തോടെ തുടങ്ങിയിരിക്കുന്നതാണ് പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി എന്ന വൈദിക സമൂഹവും, അതുപോലെ അഭിഷേകാഗ്നി സിസ്റ്റേഴ്സ് എന്ന സിസ്റ്റേഴ്സിൻ്റെ മോണസ്ട്രിയും. ഇത് സെഹിയോൻ്റെ കീഴിൽ തന്നെ വരുന്നൊരു സെഹിയോൻ്റെ കീഴിൽ എന്ന് പറഞ്ഞാൽ, സെഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ അച്ഛൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നൽകിയ പല പ്രചോദനങ്ങളിൽ ഒരു പ്രചോദനമാണ് ഇത്. അത് സെഹിയോൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ഭാഗമല്ല, അത് ഒരു വേൾഡ് ഇവാഞ്ചലൈസേഷന് വേണ്ടിയുള്ള ഒരു സ്വതന്ത്രമായ ഒരു മോണസ്ട്രിയാണ്. അപ്പോൾ സെഹിയോൻ്റെ സാമ്പത്തികമായിട്ടുള്ള സഹായമൊന്നും ഇല്ല. സെഹിയോൻ ധ്യാനകേന്ദ്രം എന്ന് പറഞ്ഞാൽ ഒരു ട്രസ്റ്റാണ്. അതിൻ്റെ ആ ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റ് അല്ലെങ്കിൽ മെയിൻ ഹെഡ് എന്ന് പറയുന്നത് പാലക്കാട് രൂപത മെത്രാനാണ്. അതുപോലെ തന്നെ പാലക്കാട് രൂപതയിൽ വികാരി ജനറൽ അച്ഛൻ, അതുപോലെ താവളം ഫൊറോനയിലെ ഫൊറോന വികാരി അച്ഛൻ, ഇങ്ങനെയുള്ള അതുപോലെ പാലക്കാട് രൂപതയുടെ പ്രൊക്രേറ്റർ അച്ഛൻ, അവരൊക്കെയാണ് ട്രസ്റ്റ് മെമ്പേഴ്സിലെ പ്രധാന അംഗങ്ങൾ. പിന്നെ ധ്യാനകേന്ദ്രത്തിൽ ഡയറക്ടർ മാറി മാറി വരുന്ന ഡയറക്ടർമാർ, അതിൻ്റെ മെമ്പർ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ട്രസ്റ്റിൽ വരുന്ന എല്ലാ സാമ്പത്തിക വരുമാനങ്ങളും ആ ട്രസ്റ്റ് വഴി, സെഹിയോൻ വഴി കർത്താവ് ഉദ്ദേശിക്കുന്ന ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഇത് PDM എന്ന് പറഞ്ഞാൽ വേൾഡ് ഇവാഞ്ചലൈസേഷന് വേണ്ടിയുള്ള ഒരു മോണസ്ട്രിയാണ്. അത് സ്വതന്ത്രമാണ്. അത് പാലക്കാട് രൂപതയുടെ ഉള്ളിൽ എപ്പാർക്കിയൽ റൈറ്റിലുള്ള ഒരു മോണസ്ട്രിയാണ്. അതിന് വേൾഡ് വൈഡായിട്ട് എല്ലാ സ്ഥലത്തും ഇവാഞ്ചലൈസേഷൻ ചെയ്യാൻ വേണ്ടി കർത്താവ് നിയമിച്ചിരിക്കുന്നത്. അത് വേറൊരു സെപ്പറേറ്റ് ഒരു ബോഡിയാണ്. അതിന് അവിടെ ആളുകൾ അതിനെ മനസ്സിലാക്കി തരുന്ന സംഭാവനകൾ കൊണ്ടാണ് ഈ PDM മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സെഹിയോൻ ധ്യാനകേന്ദ്രം, അവിടെ ധ്യാനകേന്ദ്രത്തിൽ വരുന്ന ആളുകൾ കൊടുക്കുന്ന ഡൊണേഷൻ കൊണ്ട്, സംഭാവനകൾ കൊണ്ടൊക്കെ സെഹിയോൻ, രണ്ടും ആത്മീയമായി ഒന്നാണ്. പക്ഷേ അത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അതിൻ്റെ ഫണ്ട് അതെല്ലാം 2 സെപ്പറേറ്റഡാണ്. അത് അങ്ങോട്ട് സാമ്പത്തികമായി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ അവിടെ നടക്കുന്നില്ല. പക്ഷേ ആത്മീയമായി സെഹിയോൻ എന്താവശ്യം വന്നാലും നമ്മുടെ പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി അച്ഛന്മാർ അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ ഇതിനെന്തെങ്കിലും വന്നാൽ സോജി അച്ഛനും ഇവിടെയുള്ള ടീമംഗങ്ങളെല്ലാം, ഇതിനോട് ബന്ധപ്പെട്ട അച്ഛന്മാരെല്ലാം ഒരൊറ്റ ഹൃദയം, ഒറ്റ മനസ്സ് നൽകിയാണ് അട്ടപ്പാടിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആൾക്കാരുടെ ഇടയിൽ ചില സംശയങ്ങളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ടായിലച്ചൻ ധ്യാനകേന്ദ്രം വിട്ടു, പുതിയ സഭ സ്ഥാപിച്ചു, ഒരു മല സ്വന്തമായിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചില കോർണേഴ്സിൽ നിന്നൊക്കെ ചിലപ്പോൾ കേൾക്കാറുണ്ട്. അപ്പം അങ്ങനെ ചിലത് കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് സത്യത്തിൽ
ഈ ഒരു സമയം പ്രേക്ഷകരോട് ആ ഒരു തെറ്റിദ്ധാരണ മാറാനിടയായാൽ, അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിലുള്ള കാര്യം എന്നുള്ളത് നല്ലതായിരിക്കുമെന്ന്. തീർച്ചയായിട്ടും നമ്മുടെ സഖിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ തന്നെ ഇവിടെ കൂടെയുണ്ട്. പിന്നെ ഇതിനെ എല്ലാം 100% ആ തുടക്കം തൊട്ട് അറിയുന്ന നമ്മുടെ സാംസണച്ചനും വിനീറ്റ സിസ്റ്ററും ഒക്കെ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് ഇത് പങ്കുവെക്കുന്നതിൽ, പ്രേക്ഷകരോട് ഇത് പങ്കുവെക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമാണുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി PDM തുടങ്ങാൻ കർത്താവ് പ്രചോദനം തന്ന അപ്പോൾ തന്നെ കർത്താവ് തന്ന മറ്റൊരു പ്രചോദനമാണ് സഖിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ വസ്തുവകകളോ അതിൻ്റെ പണമോ ഒന്നും ഇതിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. PDM തുടങ്ങുകയാണെങ്കിൽ PDMനുള്ളത് കർത്താവ് കരുതിയിട്ടുണ്ട്. അത് കർത്താവിൻ്റെ പരിപാലനയെ സമയാസമയത്ത് കർത്താവ് തരും എന്ന് തന്നെ വ്യക്തമായിട്ട് കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അത് തന്നെ ഞാൻ പിതാവിനോട് അത് സൂചിപ്പിച്ചു. പിതാവ് അത് 100% അക്സെപ്റ്റ് ചെയ്തു. ഈ PDMൻ്റെ രൂപീകരണത്തിൽ പിതാവും അതുപോലെ ബിനോയച്ചനും ഏമി സിസ്റ്ററും ഞാൻ 4 പേരാണ് പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സിയുടെ സ്ഥാപകരായിട്ട്, ഫൗണ്ടേഴ്സായിട്ട്, ആത്മപാലകരായിട്ട് നിലകൊള്ളുന്നത്. അപ്പോൾ അവരെല്ലാവരും അത് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് സഖിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ സ്ഥലമോ സഖിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നുള്ള എന്തെങ്കിലും വരുമാനമോ സഖിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നുള്ള എന്തെങ്കിലും പണമോ ഒന്നും പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റ് അതിൻ്റെ ശുശ്രൂഷ വൈദിക സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സിക്ക് അതിൻ്റേതായ ഒരു സപ്പോർട്ട് മറ്റ് ആളുകളിലൂടെ, ഇതിനെ സ്നേഹിക്കുന്ന മറ്റ് ആളുകളിലൂടെ കർത്താവ് സമയത്ത് നൽകിക്കൊണ്ടിരുന്നു. പിന്നെ സഖിയോൻ ധ്യാനകേന്ദ്രത്തിന് തൊട്ടടുത്ത് കൽക്കുരിശ് മല എന്നൊരു മലയുണ്ട്. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് കൽക്കുരിശ് മലയിലാണ്. ഇത് കൽക്കുരിശ് മലയിൽ ഇവിടെ ഒരുപാട് പേര് വന്ന് പ്രാർത്ഥിക്കുന്ന മലയാണ് ഈ സഖിയോൻ്റെ തൊട്ടടുത്തുള്ള കൽക്കുരിശ് മല. ചില ആളുകളുടെ സംശയം ഈ കൽക്കുരിശ് മലയാണ് അച്ഛനതെടുത്ത് റൂഹാമൗണ്ടാക്കി മാറ്റിയിരിക്കുന്നത്, അച്ഛനിപ്പോൾ കൽക്കുരിശ് മല ഈ വൈദിക ആശ്രമത്തിന് വേണ്ടി എടുത്തിരിക്കുന്നു എന്ന് ചില ആളുകൾ ഇവിടെ വരികയോ കാണുകയോ ഒന്നും ചെയ്യാത്ത ചിലർ ദൂര സ്ഥലത്തിരുന്ന് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൽക്കുരിശ് മലയും അത് പാലക്കാട് രൂപതയുടെ കീഴിലുള്ള ഒരു സെപ്പറേറ്റ് ട്രസ്റ്റാണ്. ഇതിൻ്റെ എല്ലാം ഹെഡ് എന്ന് പറയുന്നത് പാലക്കാട് രൂപത അധ്യക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ട്രസ്റ്റിൻ്റെ പ്രോപ്പർട്ടി വസ്തുവകകൾ നമുക്ക് ഇഷ്ടാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും മറിക്കാനും എളുപ്പമല്ല. അത് ട്രസ്റ്റ് കൂടണം, അവർ തീരുമാനം എടുക്കണം, അതിന് ശേഷം നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പാലക്കാട് മെത്രാനോ പാലക്കാട് ഈ ട്രസ്റ്റ് മെമ്പേഴ്സോ അറിയാതെ ഇതിന്ന് ഒരു സാധനം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും മറിക്കാനും സാധ്യമല്ല. അപ്പം അതുകൊണ്ട് സഖിയോൻ ധ്യാന കേന്ദ്രവും സഖിയോൻ ധ്യാന കേന്ദ്രത്തിനടുത്തുള്ള കൽക്കുരിശ് മലയും ഇപ്പോഴും പൂർണ്ണമായും പാലക്കാട് രൂപത തന്നെയാണ്. ഈ പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അകലെ വേറെ പുതുതായി ഈ വൈദിക സമൂഹത്തിൻ്റെ പുതുതായി ഒരു കോമ്പൗണ്ട് കണ്ടെത്തി അതിനു വേണ്ടി ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിനുവേണ്ടി തന്നെ ആളുകൾ അത് സംഭാവന ചെയ്ത് അങ്ങനെ അതിന് ഈ ആശ്രമത്തിന് വേണ്ടി വാങ്ങിച്ച പുതിയ കോമ്പൗണ്ടിലാണ് PDM ആരംഭിച്ചിരിക്കുന്നത്. അച്ഛാ, ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിൽ അച്ഛന് ബുദ്ധിമുട്ടുണ്ടാകരുത്. കാരണം നമുക്കറിയാം ഈ പല ആത്മീയ ശുശ്രൂഷകളും കുറേ അങ്ങ് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലാണ് പലപ്പോഴും വിവാദങ്ങളിൽ ചെന്ന് പെടുന്നത്. അപ്പോൾ അതിൽ നേതൃത്വത്തിൽ നിൽക്കുന്നവർ പൈസ അടിച്ചു മാറ്റി അങ്ങനെയൊക്കെ സാധാരണ ജനം ചിന്തിക്കുന്ന, സമൂഹം ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ നമുക്കറിയാം ഈ സഖിയോനിലൂടെയുള്ള ആത്മീയ ശുശ്രൂഷകളും അതിൻ്റെ ഫലവും കാണുമ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ളതല്ല എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു സമയത്ത് ഒരു തുറന്ന ചർച്ചയാണ്, അതുകൊണ്ട് മാത്രം ചോദിച്ചതേ ഉള്ളൂ. ഇനി മറ്റൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ഫസ്റ്റ് ഫ്രൈഡേ കൺവെൻഷൻ, അതെനിക്ക് തോന്നുന്നു അച്ഛനും ടീമംഗങ്ങളും ഇരുന്ന് ഇപ്പം സിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ 10, 11, 24 പേര് മാത്രം പങ്കെടുക്കുന്ന ഒരു കൺവെൻഷൻ ഇവിടെ ആരംഭിക്കുന്ന സമയത്ത് തെക്ക് നിന്നും വടക്ക് നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും പ്രാർത്ഥിക്കാനായിട്ട് ആത്മീയ നിർവ്വണ്ടാകാൻ വേണ്ടിയിട്ട് ആത്മാക്കളെ തരണം എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ആയിരക്കണക്കിന് വണ്ടികളിൽ ഇങ്ങോട്ട് ധ്യാനം കൂടാനായിട്ട് ആൾക്കാർ വരിക. എനിക്ക് തോന്നുന്നു 50,000-ത്തിലധികം ആൾക്കാർ ഒന്നിച്ചു കൂടുന്നൊരു സമയമുണ്ട്. പക്ഷേ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, അങ്ങനെ അതൊരു പീക്കിൽ നിൽക്കുന്ന സമയത്ത് ആ ഒരു ശുശ്രൂഷ വേണ്ടെന്ന് വെച്ചു. ഇതിനോടൊപ്പം ചേർത്ത് ഒരു ട്വിസ്റ്റും കൂടെ ഞാനൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അഭിഷേകാഗ്നിയെ സംബന്ധിച്ചും ഇതും എനിക്കൊന്ന് വ്യൂവേഴ്സിനെ സംബന്ധിച്ച് അത് ഏറ്റവും കൂടുതൽ ലോകത്തിൽ എല്ലാവരും വളരെ ആഗ്രഹത്തോടു കൂടി കാണുന്ന ഒരു ശുശ്രൂഷ, അതിൻ്റെ ഒരു നമ്പർ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സമയത്ത് അച്ഛൻ പയ്യെ അതിൽ നിന്ന് ഒന്ന് മാറി ദൗത്യം ബിനോയച്ചനെ ഏൽപ്പിക്കുന്നത് എന്താണ് അതിനുള്ളൊരു എന്താണ് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ
എനിക്ക് തുടക്കം തൊട്ട് ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ഇൻസ്പിറേഷൻ, ഒരു വെളിപ്പെടുത്തൽ തന്നാൽ പിന്നെ കണ്ണു അടച്ചത് അനുസരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ വരുംവരായികളോ നഷ്ടകഷ്ടങ്ങളോ ലാഭനഷ്ടങ്ങളോ ഒന്നും നോക്കാറില്ല. ഇപ്പോൾ ഇടവകയായിരുന്നു, ഇടവകയിൽ നന്നായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വചനം പ്രഘോഷിക്കാൻ പോകാൻ പറഞ്ഞത്. അത് തികച്ചും ഒട്ടും പരിചയമില്ലാത്ത ഒരു മണ്ഡലം, റെഡി എന്ന് പറഞ്ഞ് ആ വചന ശുശ്രൂഷയിലേക്ക് സന്തോഷത്തോടെ വന്നു. അതിൻ്റെ കഷ്ടനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം ഏറ്റെടുക്കാൻ റെഡിയായിരുന്നു. അങ്ങനെ കർത്താവ് കൂടെ നിന്ന് അങ്ങനെ, അതും ഈ അട്ടപ്പാടിയിൽ അന്ന് തന്നെ പലരും പറഞ്ഞു, അട്ടപ്പാടി നിങ്ങൾ എന്തെങ്കിലും 10 പേര് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വല്ല റോഡ് സൈഡിലേക്കോ NH സൈഡിലേക്കോ റെയിൽവേ സ്റ്റേഷനുള്ള ഭാഗത്തേക്കോ അല്ലെങ്കിൽ വല്ല ബസ് സ്റ്റോപ്പൊക്കെ ഉള്ള വല്ല 10 പേര് വരുന്ന ക്രിസ്ത്യാനികളുള്ള സ്ഥലത്തേക്ക് പോയി എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യുക. അപ്പോൾ ഈശോയോട് പറഞ്ഞു, ഇല്ല, ഈ അട്ടപ്പാടിയിൽ വെക്കണം. ഈ അട്ടപ്പാടിയിൽ ഒരു മഴ വന്നാൽ റോഡ് ഇടിയും, വണ്ടിയെല്ലാം ബ്ലോക്കാവും, അല്ലെങ്കിൽ വർഷത്തിൽ മഴക്കാലത്ത് റെഡ് അലർട്ടാണ് എപ്പോഴും, ഒറ്റ മനുഷ്യരോട് വരാൻ പേടിയാവും, അങ്ങനത്തെ ഒരു കാലാവസ്ഥ. പിന്നെ ഇവിടെ സാധനങ്ങൾ വളരെ ബുദ്ധിമുട്ട് കിട്ടാനായിട്ട്, കാരണം ഒന്നുകിൽ കോയമ്പത്തൂർ പോകണം അല്ലെങ്കിൽ മണ്ണാർക്കാട് പോകണം, പെട്ടെന്നൊരു സാധനം വേണമെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ പ്രതികൂലമൊക്കെ ഉണ്ടെങ്കിലും കർത്താവ് പറഞ്ഞു അട്ടപ്പാടിയിൽ തന്നെയാണ് അച്ഛനെ വിളിച്ചിരിക്കുന്നത് ഇപ്പോൾ ശുശ്രൂഷ. അങ്ങനെ അട്ടപ്പാടിയിൽ ശുശ്രൂഷ ആരംഭിച്ചു. ആ ശുശ്രൂഷ പിന്നെ കർത്താവ് പതുക്കെ അനേകരുടെ കൂട്ടായ്മ ഉയർത്തി. ഇപ്പോൾ കർത്താവ് ബ്ലെസ് ചെയ്തു, അനോയിൻറ്റ് ചെയ്തു. ആദ്യ വെള്ളിയാഴ്ചകളിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്കുന്ന കർത്താവിൻ്റെ ആത്മാവ് കർത്താവിൻ്റെ ജനത്തെ ഒരുമിച്ച് കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ അത് നല്ല വിധത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശക്തമായിട്ടൊരു പ്രചോദനം വരികയാണ്, ഇത് അച്ഛൻ അന്തിപള്ളിയച്ഛൻ നിർത്തിക്കോ. പിന്നെ അവിടെ അതൊന്നും പിന്നെ ചോദ്യമില്ല. കണ്ണുമടച്ച് ഞാൻ വേഗം അത് മേലധികാരിനെ അറിയിക്കും. ഞാൻ വേഗം പാലക്കാട് മെത്രാൻ മനത്തോടത്തെ പിതാവിനെ അറിയിച്ചു. പിതാവ് അത് പ്രാർത്ഥിച്ച് അച്ഛന് ശക്തമായിട്ടത് ദൈവത്തിൻ്റെ സ്വരം തോന്നുകയാണെങ്കിൽ അത് അച്ഛൻ്റെ പ്രചോദനം അനുസരിച്ച് ചെയ്തോളാൻ സ്വാതന്ത്ര്യം തന്നു. അപ്പോൾ ഞാൻ പിന്നെ ആദ്യ വെള്ളിയാഴ്ച അനൗൺസ് ചെയ്തു, ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷ പൊതുവായിട്ടുള്ള ഇപ്പോഴത്തെ രീതിയിലുള്ളത് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പകരം എല്ലാ വെള്ളിയാഴ്ചയും പതിവ് സാധാരണ വരുന്ന പോലെ നിങ്ങൾക്ക് വരാം എന്ന് പറഞ്ഞ് അത് അങ്ങനെ അങ്ങോട്ട് മറ്റ് വെള്ളിയാഴ്ചകളൊക്കെ സാധാരണ പോലെ ആക്കി അങ്ങോട്ട് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് വേറെ ഒന്നും ചിന്തിച്ചില്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രചോദനം മാത്രം. തുടങ്ങാൻ പറഞ്ഞു തുടങ്ങി, നിർത്താൻ പറഞ്ഞു നിർത്തി, ഇത്രയേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ അഭിഷേകത്തിന് തുടങ്ങാൻ ബെനിസാറിലൂടെ കർത്താവ് പറഞ്ഞു, കർത്താവിൻ്റെ പ്രചോദനം ശക്തമായി തോന്നി, ടീമിന് പ്രാർത്ഥിച്ചു, ടീമിന് ശക്തമായിട്ട് തോന്നി, മേലധികാരിയോട് പോയി പറഞ്ഞു, മേലധികാരി ബ്ലെസ് ചെയ്തു, മുന്നോട്ട് പോയി. അത് ഒരു നിശ്ചിത ഘട്ടം കഴിഞ്ഞപ്പോൾ ശക്തമായിട്ട് അത് ഇപ്പം നിർത്തേണ്ട സമയമായി, അത് അടുത്ത തലമുറയെ ഏൽപ്പിക്കുക, പുതിയ തലമുറയെ ഏൽപ്പിക്കുക എന്ന് കർത്താവ് ശക്തമായി പ്രചോദനം തന്നപ്പോൾ ഞാനത് ബിനോയിച്ചനോട് മറ്റു ടീം മെമ്പേഴ്സിനോട് പറഞ്ഞു. അവർ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് പോരാ, കുറച്ച് സമയം, ഒരു വർഷം തന്നെ പ്രാർത്ഥിക്കാനെടുത്തു, കുറേ മാസങ്ങൾ പ്രാർത്ഥിക്കാനെടുത്തു. ഇത് വേണോ വേണ്ട, കാരണം അത്രയും ആത്മാക്കളുടെ ഉത്തരവാദിത്തമുള്ളൊരു വിഷയമായതുകൊണ്ട്. അവസാനം അവർക്ക് അത് ഏതാണ്ട് ഒരു വെളിച്ചം കിട്ടിയപ്പോൾ അവർ റെഡിയായി. അപ്പോൾ അവർ ഹാൻഡ് ഓവർ ചെയ്തു. അങ്ങനെ അത് ദൈവത്തിൻ്റെ ആത്മാവ് അരുളി ചെയ്തു, ഞങ്ങൾ നടപ്പാക്കി. അങ്ങനത്തെ ഒരു പ്രചോദനമാണ്. പിന്നെ മറിച്ച് എന്തെങ്കിലും ഈ മേലധികാരി പറയുകയാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യും. ഇപ്പോൾ മനത്തോടത്ത് ഈ അടുത്ത കാലത്ത് സൂചിപ്പിച്ചു, മാസത്തിൽ ഒരു ശുശ്രൂഷയെങ്കിലും അച്ഛനൊന്ന് വരുന്നത് നല്ലതായിരിക്കുമെന്ന് മനത്തോടത്ത് പിതാവ് ഒന്ന് സംസാരിച്ചു. അപ്പോൾ മേലധികാരിയുടെ നിർദ്ദേശം ഉണ്ടെങ്കിൽ ഈ ചെരിപ്പിടാൻ തുടങ്ങിയതും അങ്ങനെ പിതാവിൻ്റെ ഒരു നിർദ്ദേശം അനുസരിച്ചാണെന്ന് കേട്ടിട്ടുണ്ട്. പിതാവ് പറഞ്ഞാൽ അപ്പോൾ പിന്നെ വേറെ ഒന്നും നമ്മൾ നോക്കുന്നില്ല, 100% ദൈവത്തിൻ്റെ സ്വരമായിട്ട് നിങ്ങൾ അനുസരിക്കും. പ്രൈസ്. ഞാൻ ഇടയ്ക്ക് ചെരുപ്പിടും, പിന്നെ ഇടയ്ക്ക് പിതാവിന് അനുവാദം കിട്ടുമ്പോൾ ചെരുപ്പ് വേണ്ടെന്ന് നോക്കും. അങ്ങനെ പല കാര്യങ്ങളും, ചെരുപ്പ് മാത്രമല്ല യാത്രാകാര്യങ്ങൾ എല്ലാം പിതാവ് പറയുന്നതനുസരിച്ച് ചിലപ്പോൾ നിർത്തി വെക്കും, ചിലപ്പോൾ വീണ്ടും തുടങ്ങും. അങ്ങനെയൊക്കെ ഈശോയുടെ തിരുഹൃദയത്തിലെ എളിമ കൊണ്ട് നിങ്ങൾ നിറയട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നി എപ്പിസോഡിന്റെ നമ്പറുകൾ നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടാവും. 1000-ാമത്തെ എപ്പിസോഡിലേക്ക് കർത്താവ് നമ്മളെ കൈ പിടിച്ചെത്തിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വലിയ ദൈവാനുഗ്രഹമല്ലേ എൻ്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് 1000-ാമത്തെ എപ്പിസോഡ് വലിയൊരു അനുഗ്രഹമാണ്. അഭിമന്യ പിതാക്കന്മാരും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട സേവർക്ക വട്ടാലച്ചൻ്റെ ഫുൾ സാന്നിധ്യവും ഒക്കെയുള്ള സയ്യോനിലെ വൈദികരൊക്കെ ചേർന്നൊരു കൂട്ടായ്മയുടെ ശുശ്രൂഷയാണ്. നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം ഒരുങ്ങണം, പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാളെ കൃത്യം ഈ സമയത്ത് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രത്യാശയോടെ എല്ലാവർക്കും ദൈവകൃപ നേർന്നുകൊണ്ട് പരിശുദ്ധാത്മാവേ സഹായക
നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ.